ഹാപ്പനിംഗ് അവേഴ്സ് തുടരുകയാണ്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ പാളിച്ച. ക്യാമറകളിൽ പലതും പ്രവർത്തനരഹിതം. ഓട്ടോമാറ്റിക് സുരക്ഷാ സംവിധാനവും തകരാറിൽ. അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിക്കാതെ സർക്കാരും ഭരണസമിതിയും. ന്യൂസ് മലയാളം 24/7 എക്സ്ക്ലൂസീവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയിൽ ലാഘവ സമീപനം. സെക്യൂരിറ്റി ഓഡിറ്റ് സമയബന്ധിതമായി നടപ്പാക്കുന്നില്ല. ക്ഷേത്രത്തിൽ ഇപ്പോഴുമുള്ളത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വയറിംഗ്. അഗ്നിശമന സംവിധാനങ്ങളും പരിതാപകരമായ സ്ഥിതിയിൽ. ന്യൂസ് മലയാളം 24/7 ഇൻവെസ്റ്റിഗേഷൻ. ലൈംഗികാതിക്രമ കേസിൽ പ്രതി പ്രജ്വൽ ദേവണ്ണ അറസ്റ്റ്. ബംഗളൂരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഉടനെ പ്രജ്വലിനെ SIT ഓഫീസിലേക്ക് എത്തിച്ചു. പ്രജ്വൽ ദേവണ്ണയുടെ പാസ്പോർട്ട് അടക്കം രേഖകൾ പിടിച്ചെടുത്തു. കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ്. നടപടി പോൺ താരത്തിന് നൽകിയ പണത്തിന്റെ രേഖകളിൽ കൃത്രിമത്വം കാണിച്ചെന്ന കേസിൽ. 34 കേസുകളിലും ട്രംപ് കുറ്റക്കാരനെന്ന 12-അംഗ ന്യൂയോർക്ക് ജൂറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ. നാളെ വൈകിട്ട് ധ്യാനം അവസാനിപ്പിച്ച് ഡൽഹിക്ക് മടങ്ങും. തിരുവള്ളൂർ പ്രതിമ സന്ദർശിക്കാനും തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവേശം അവസാന ലാപ്പിൽ. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 7 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ വിധിയെഴുതും. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റ സംഭവത്തിൽ അക്രമികളുടെ ലക്ഷ്യം പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന 3 പുരുഷന്മാരെന്ന് ലണ്ടൻ പോലീസ്. വെടിയേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരം. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുന്നറിയിപ്പ് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ്. ഷീല സണ്ണിക്കെതിരായ ഗൂഢാലോചനയിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് നീതി നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ വീഴ്ച. യഥാർത്ഥ പ്രതി നാരായണദാസിനെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്നും സനീഷ് കുമാർ ജോസഫ്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് വീണ്ടും സ്വർണം പൊട്ടിക്കൽ. വിമാനത്താവളം വഴി കോട്ടയം സ്വദേശിനി നടത്തിയ സ്വർണം കവരാൻ ശ്രമിച്ചത് ബൈക്കിലെത്തിയ സംഘം. 261 ഗ്രാം സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിച്ച് കോട്ടയം സ്വദേശി രാഗശ്രീ കീഴടങ്ങി. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തിൽ അന്വേഷണം ഊർജിതമാക്കി DRI. എയർ ഹോസ്റ്റസുമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. കൂടുതൽ എയർ ഹോസ്റ്റസുമാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തൽ. വടകരയിലെ കാഫർ വിവാദം ഹൈക്കോടതിയിൽ. പ്രചാരണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യം. ഹർജി നൽകിയത് യൂത്ത് ലീഗ് നേതാവ് PK കാസിം. തലശ്ശേരിയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത് മലപ്പുറം സ്വദേശികളായ നൌഫൽ, ജലാൽ എന്നിവരെ. ഇരുവരും തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിൽ. എറണാകുളം നെട്ടൂരിൽ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടി. പിടിയിലായത് കണ്ണൂർ ചെങ്ങളായി സ്വദേശികളായ ഷിഫാസും മുബീനും. പരിശോധന നടത്തിയത് കൊച്ചി ഡാൻസ് ഓഫ് സ്ക്വാഡും പനങ്ങാട് പോലീസും സംയുക്തമായി. കൈക്കൂലിക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത ഉത്തരമേഖല DIG. നടപടി SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CI സുനിൽ ദാസ് ഒളിവിൽ. പക്ഷിപ്പനി ആശങ്കയിൽ കോട്ടയം 7000-ഓളം താറാവുകൾക്ക്
താറാവുകളിൽ വൈറസ് ബാധ. ചങ്ങനാശ്ശേരി പായിപ്പാട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 10,000-ഓളം താറാവുകളെ കൊന്നൊടുക്കാനും തീരുമാനം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജാമ്യാപേക്ഷയെ എതിർത്ത് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ ഹർജിയും പരിഗണനയിൽ. പ്രതികൾക്കെതിരെ റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ. പീരുമേട് നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന് പരിഗണിക്കുന്നത്. വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജി. തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അപൂർണമെന്ന ഹർജിയിൽ. വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് മഴുവഞ്ചേരി മത്തനങ്ങാടി സ്വദേശി അജിത്ത്. അറസ്റ്റ് കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ. തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി കർണാടക ബൈരക്കുപ്പയിലേക്കുള്ള പാലം. തറക്കല്ലിട്ടത് 30 വർഷങ്ങൾക്ക് മുൻപ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയില്ലെന്ന ആരോപണം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കിടക്ക വിരിവാങ്ങിയതിൽ അഴിമതി ആരോപണം. രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്ന് പരാതി. രേഖകളടക്കം വിജിലൻസിന് പരാതി നൽകി സാമൂഹ്യ പ്രവർത്തകൻ സബീർ A. നിരവധി വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാതെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. പ്രതിസന്ധി. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന കേന്ദ്ര തീരുമാനത്തെ തുടർന്ന് പുതിയ വാഹനങ്ങളുടെ കാര്യത്തിലും തീരുമാനം അനിശ്ചിതത്വത്തിൽ. കണ്ണൂർ വിമാനത്താവളത്തിലെ എംബാർക്കേഷൻ പോയിന്റിൽ ഹജ്ജ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ആദ്യ വിമാനം നാളെ പുലർച്ചെ പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന് ഇന്ന് തുടക്കം. കേരള ഹൈക്കോടതി ജഡ്ജി മേരി ജോസഫിന്റെ യാത്രയയപ്പ് ബഹിഷ്കരിക്കാൻ അഭിഭാഷക അസോസിയേഷൻ. പ്രതിഷേധം. പരമ്പരാഗത യാത്രയയപ്പ് ഒഴിവാക്കി ചടങ്ങ് നടത്തുന്നതിൽ ഔദ്യോഗിക യാത്രയയപ്പ് സ്വകാര്യ ചടങ്ങാക്കിയെന്ന് അസോസിയേഷൻ. KMML-ൽ നിന്നുള്ള മലിനജലത്താൽ പൊറുതിമുട്ടി ചിറ്റൂർ നിവാസികൾ. ചിറ്റൂർ ഗ്രാമം KMML ഏറ്റെടുക്കുമെന്ന വാഗ്ദാനം ഇനിയും പാലിക്കപ്പെട്ടില്ല. പ്രദേശത്ത് അർബുദ രോഗികളുടെ എണ്ണം കൂടുന്നു. വിട്ടുമാറാതെ ത്വക്ക് രോഗങ്ങളും. ചടയമംഗലത്ത് വയോധികയുടെ മാല പൊട്ടിച്ച പ്രതികൾ അറസ്റ്റിൽ. പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ സുഹൃത്തും പിടിയിൽ. നിലമേൽ കൈതത്തോട് സ്വദേശി രാജമ്മയുടെ മാലയാണ് മോഷ്ടിച്ചത്.